നമുക്കൊരു സൺസെറ്റ് കാണാൻ വേണ്ടി പോയാലോ? വേറെ എവിടെയല്ല, ദേ ഇവിടെ തൊട്ടടുത്ത് തന്നെ. ഇന്ന് എല്ലാം കൊണ്ടും നല്ലൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഉണ്ണി എന്നോട് പറഞ്ഞത്, അമ്മ സൺസെറ്റ് കാണാൻ വേണ്ടി പോവാന്ന്. കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞാൽ സാധിച്ചു കൊടുക്കേണ്ടത് നമ്മൾ മുതിർന്നവരല്ലേ അല്ലേ? ഇതാണ് കേട്ടോ ഇവിടുത്തെ റോഡ് എന്ന് പറയുന്നത്. ഐലൻഡുകളിലെ മിക്ക റോഡുകളും ഇങ്ങനെയൊക്കെ തന്നെയാണേ. ഇവിടുന്ന് കുറച്ചധികം ദൂരമുണ്ട് ഞങ്ങൾ പോകുന്ന സ്ഥലത്തേക്ക്. ഞങ്ങളവിടെ പോയിട്ട് കാണാം കേട്ടോ. അപ്പം ഞങ്ങൾ സ്ഥലം എത്തിയിട്ടുണ്ടേ. എന്ത് രസമല്ലേ ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. വേലിയിറക്ക സമയമായതുകൊണ്ട് തന്നെ കടലൊക്കെ നന്നായി ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഇന്ത്യൻ ഓഷ്യന് ഇന്ന് കാണാൻ. അത് കണ്ടപ്പാടെ ഞാൻ നേരെ കടലിലോട്ട് ഇറങ്ങി. ഇന്നത്തെ എൻ്റെ ക്യാമറ വുമൺ ഉണ്ണിയാണേ. റീഫൊക്കെ നന്നായി തെളിഞ്ഞു കാണുന്നുണ്ടായിരുന്നു. നമുക്ക് കുറച്ചധികം ദൂരം വരെ കടലിലൂടെ നടക്കാൻ വേണ്ടി പറ്റും. ദേ ആ കാണുന്നില്ലേ, അത് വേറൊരു ഐലൻഡാണേ. ഇതുപോലെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡാണ് മാൽദീവ്സ് എന്ന് പറയുന്നത്. സൺസെറ്റ് ആയപ്പോൾ ഞാനും ഉണ്ണിയും കുറേ നേരം അത് നോക്കി നിന്നു. വീഡിയോ എടുക്കാൻ വിട്ടുപോയി. എന്തോ ഈ ഒരു മനോഹാരിത എനിക്ക് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. ഇതിനോടൊക്കെ ഇപ്പോൾ ഒരു വല്ലാത്തൊരു പ്രണയം തോന്നി തുടങ്ങിയിരിക്കുന്നു. പിന്നെയും കുറേ നേരം വെള്ളത്തിൽ കളിച്ചു ഞാനും ഉണ്ണിയും കൂടി. എന്തോ വല്ലാത്തൊരു ഇഷ്ടമായി തുടങ്ങിയിരിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ. നേരം നോക്കൂ, ഇരുട്ടി തുടങ്ങി. നേരെ വീട്ടിലോട്ട് വിട്ടാലോ? റോഡിലൊന്നും ആരെയും കാണുന്നില്ല. എന്നാലും കുഴപ്പമില്ല, സേഫാണേ. ഇവിടെ ആകെ പേടിക്കേണ്ടത് ദേ ഈ മുകളിലൂടെ പോകുന്ന ഈ ഒരു സാധനത്തെ മാത്രമാണ്. മനുഷ്യരെക്കാൾ കൂടുതൽ ഇവിടെയുള്ളതും വവ്വാലുകളാണ്. പേടിക്കണമെന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കല്ലേ. നേരാവണ്ണം നോക്കി നടന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർ നമ്മുടെ തലയിൽ കാഷ്ടിച്ച് തരും. അത്രയേ ഉള്ളൂ. എന്തായാലും ഞാൻ വീട്ടിലോട്ട് ചെല്ലട്ടെ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെയും ഇസ്മി വിദ്യ സൈനിങ് ഓഫ്.